വാസ്തുശാസ്ത്രം അധ്യായം 7. വാസ്തുശാസ്ത്രവും പഞ്ചാംഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? വാസ്തുശാസ്ത്രവും ജ്യോതിശാസ്ത്രവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഗ്രഹനിർമ്മാണത്തിലും ജ്യോതിഷത്തിന്റെ അടിസ്ഥാനമായ പഞ്ചാംഗം വളരെ പ്രസിദ്ധമാണ്. നക്ഷത്രം, ആഴ്ച, തിഥി, കാരണം എന്നിവ ഗ്രഹനിർമ്മാണത്തിന് അളവുകളായി പുരാതന കാലം മുതൽ ബന്ധപ്പെട്ട് വരുന്നു. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ചിട്ട് എന്ന ഫലത്തെ 27 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന 1, അശ്വതി 2, ഭരണി, കാർത്തിക ഇപ്രകാരം 27 നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന ഫലത്തെ 27 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന കോലിനു പുറമെ അങ്കുലം കൂടി ഉണ്ടെങ്കിൽ അതിനെ 60 കൊണ്ട് ഗുണിച്ചാൽ 24 കൊണ്ട് ഹരിച്ചാൽ നക്ഷത്രത്തിലെത്തിയ നാഴിക ലഭിക്കും. അങ്കുലം ശിഷ്ടമില്ലെങ്കിൽ നക്ഷത്രം 60 നാഴികയും എത്തിയതായി കരുതാം. ഗ്രഹനിർമ്മാണ രംഗത്തുള്ള പ്രധാന നക്ഷത്ര ദോഷങ്ങളാണ് ഉഷ്ണം, വിഷം, ഗണാദം എന്നിവ. ചുറ്റളവിൽ നിന്നുള്ള നക്ഷത്രം ഗ്രഹനാഥന്റെ ജന്മ അനുജന്മ നക്ഷത്രങ്ങളിൽ നിന്നും 1, 2, 4, 6, 8, 9 ഇവ ആയിരുന്നാൽ ഉത്തമമാണ്. ഒറ്റുള്ളവ അശുഭമാണ്. ഗ്രഹത്തിന്റെ ചുറ്റളവിന്റെ നക്ഷത്രത്തിന് ഉഷ്ണം എന്ന ദോഷമുള്ള സമയത്തിന് താഴെ പറയുന്നവയാണ്: രോഹിണി, പൂർണ്ണതം, അശ്വതി, മകം, അത്തം നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 7.5 നാഴികൾക്ക് ശേഷമുള്ള 7.5 നാഴിക. ഭരണി, പൂയം, പൂരം, മകീരം, ചിത്തിര നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 55 നാഴികയ്ക്ക് ശേഷമുള്ള 5 നാഴിക. വിശാഖം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 8 നാഴിക സമയം. ഉത്രം, ചോതി, ആയില്യം, തിരുവാതിര, കാർത്തിക നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 21 നാഴികയ്ക്ക് ശേഷമുള്ള 9 നാഴിക. അവിട്ടം, അനിഴം, ഉത്രട്ടാതി, പൂരാടൻ നക്ഷത്രങ്ങൾക്ക് അവസാനത്തെ 8 നാഴിക. തൃക്കേട്ട, ഉത്രാടം, രേവതി, ചതയം എന്നീ നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 20 നാഴികൾക്ക് ശേഷമുള്ള 10 നാഴിക സമയവും ഉഷ്ണദോഷമുള്ള സമയമാണ്. ഗ്രഹത്തിന്റെ ചുറ്റളവിന്റെ നക്ഷത്രത്തിൽ വിഷം എന്ന ദോഷം സംഭവിക്കുവാൻ സമയങ്ങൾ താഴെ പറയുന്നവയാണ്: അശ്വതി 50 നാഴികയ്ക്ക് ശേഷവും, കാർത്തിക, മകം, പൂർണ്ണതം, രേവതി 30 നാഴികയ്ക്ക് ശേഷവും, ഭരണി, പൂരാടം, ഉത്രട്ടാതി 24 ശേഷവും, പൂരുട്ടാതി 16 നാഴികയ്ക്ക് ശേഷവും, തിരുവാതിര 11 നാഴികയ്ക്ക് ശേഷവും, രോഹിണി 40 നാഴികയ്ക്ക് ശേഷവും, വിശാഖം, തൃക്കേട്ട, മകീരം, ചോതി 14 നാഴികയ്ക്ക് ശേഷവും, പൂരം, പൂയം, മൂലം, ചിത്തിര, ഉത്രാടം 20 നാഴികയ്ക്ക് ശേഷവും, അത്തം 22 നാഴികയ്ക്ക് ശേഷവും, ചതയം, ഉത്രം 18 നാഴികയ്ക്ക് ശേഷവും, അവിട്ടം, തിരുവോണം, അനിടം 10 നാഴികയ്ക്ക് ശേഷവും, ആയില്യം 32 നാഴികയ്ക്ക് ശേഷവും, മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യ 15 നാഴികയും, ആയില്യം, രേവതി, തൃക്കേട്ട നക്ഷത്രങ്ങളുടെ അവസാനത്തെ 15 നാഴികയും സമയവുമാണ് ഗ്രഹനിർമ്മാണത്തിൽ ഖണ്ഡദാസ് ദോഷമുള്ളത്. ഗ്രഹത്തിൽ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 30 കൊണ്ട് ഹരിച്ചാൽ അവശേഷിക്കുന്നത് ശുക്ലപ്രതിപദ മുതലായിട്ടുള്ള തിഥികളുടെ സംഖ്യയാണ്. ശിഷ്ടത്തിൽ അങ്കുലമുണ്ടെങ്കിൽ അതിനെ 60 കൊണ്ട് ഗുണിച്ച് 24 കൊണ്ട് ഹരിച്ചാൽ തിഥികൾ ചെന്നിട്ടുള്ള നാഴികയിൽ ലഭിക്കും. ഗ്രഹങ്ങൾക്ക് ദോഷമുള്ളതുപോലെ തീഥികൾക്ക് ദോഷമുണ്ട്. പ്രതിപാദം മുതൽ നരു, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ എന്നീ പേരുകളിലാണ് തിഥികൾ അറിയപ്പെടുന്നത്. ഇതിൽ രിക്തങ്ങളായ 2 പക്ഷങ്ങളിലെയും ചതുർത്ഥ, നവമി, ചതുർദശി എന്നീ തിഥികൾ ദോഷമാണ്. എന്നാൽ പൂർണ്ണങ്ങളായ പഞ്ചമി, ദശമി, പഞ്ചദശി എന്നിവ ഉത്തമമാണ്. ഓരോ തിഥിയിലും 2 കാര്യങ്ങൾ വീതമുണ്ട്. ഒരു തിഥിക്കുള്ള 60 നാഴികയുടെ ആദ്യ 30 നാഴിക വരെ ഒരു കാരണവും ശേഷമുള്ള 30 നാഴിക ഒരു കാരണവുമാണ്. വിഷ്ടികരണവും കൃഷ്ണപക്ഷവും ഉത്തരാർദ്ധ്യം മുതലുള്ള പുള്ള്, നാൽക്കരി, പാമ്പ്, പുഴു എന്നീ കാരണങ്ങൾക്കും ഗ്രഹനിർമ്മാണത്തിന് ദോഷമായതിനാൽ ഉപേക്ഷിക്കാം. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന ആഴ്ചയാണ് ശിഷ്ടം എന്ന ഞായറാഴ്ച മുതൽ കണക്കാക്കാം. പാവന്മാരുടേതായ ഞായർ, ചൊവ്വ, ശനി എന്നിവ ദോഷമുള്ളതാണ്. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം അയമാണ്. ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വ്യായമാണ്. ഈ അവയവ സംഘങ്ങൾ ആയുധം അധികമായി. വ്യായം അധികമായാൽ അശുഭവും അനർത്ഥവുമാണ്. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 2 കൊണ്ടും 3 കൊണ്ടും വെവ്വേറെ ഗുണിച്ച് 16 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന ധ്രുവമാണ്. നേരത്തെ കണ്ട വ്യയസംഖ്യയെ കൂട്ടി 13 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ധ്രുവാദികളാണ്. ഓരോ ധ്രുവാദിയുടെ ശിഷ്ടഫലം അതിന്റെ പേരിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് അശുഭമായ വർജിക്കണം. ധ്രുവം, ധാന്യ, ജയ, വിനാശം, ഖരം, കാന്തം, മനപ്രസാദം, സുമതത്വം, സൗമൃതം, അസൗമൃതം, വിരോധി, വിത്തോത്ഭവം, ക്ഷയം, ആക്രന്തം, വൃദ്ധി, ജയം എന്നിവയാണ് ഗുണഫലദോഷങ്ങൾ. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 4 കൊണ്ടും 8 കൊണ്ടും വെവ്വേറെ ഗുണിച്ച് ഓരോന്നിനെയും 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന രാശികളാണ്. ശിഷ്ടം 1 മേടം മുതൽ കണക്കാക്കണം. ഗ്രഹത്തിന്റെ ചുറ്റളവിനെ 3 കൊണ്ടും 9 കൊണ്ടും വെവ്വേറെ ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന 1 ആണെങ്കിൽ ബ്രാഹ്മണജാതി, 2 ക്ഷത്രിയ ജാതി, 3 വൈശ്യ, 4 ശൂദ്രജാതിയുമായിരിക്കും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ വയസ്സിന് 5 അവസ്ഥയാണ് ഗ്രഹങ്ങൾക്കുള്ളത്. ഗ്രഹത്തിന്റെ ക്ഷത്രിയ നിർമ്മം അറിയാൻ ചുറ്റളവിനെ 8 കൊണ്ട് ഗണിച്ച് 27 കൊണ്ട് ഹരിച്ച് ശിഷ്ടമാണല്ലോ എടുത്തത്. വയസ്സറിയുവാൻ അതിന്റെ ഹരണമാണ് എടുക്കേണ്ടത്. ഹരണഫലം 1 ബാല്യം, 2 കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ കണക്കാക്കാം. ഹരണഫലം 5-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ വീണ്ടും 5 കൊണ്ട് ഹരിച്ച ശേഷം വീണ്ടും മേൽപ്രകാരം കണക്കാക്കേണ്ടതാണ്. ഗ്രഹത്തിന്റെ പ്രായത്തിന്റെ 5 അവസ്ഥകളിൽ യൗവനമാണ് ഉത്തമം. ബാല്യം, വാർദ്ധക്യം മധ്യമമായി ഉപയോഗിക്കാം. കൗമാരം ഒഴിവാക്കണം. മരണം ഒരിക്കലും സ്വീകരിക്കാനേ പാടില്ല. വാസ്തുശാസ്ത്രം എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാണ്. ഹിന്ദുമത വിശ്വാസികളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്.
വീടിന്റെ പാകപ്പിഴകൾ മാന്ത്രിക തന്ത്രങ്ങൾ കർമ്മങ്ങളിലൂടെ പരിഹരിക്കുവാൻ കഴിയും. ഇതിന് എന്ത് ദോഷമാണ് ഉള്ളതെന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ട് വേണം പ്രതിവിധി നടത്തുവാൻ.